എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കളിച്ച 4 മത്സരങ്ങളിലും മികച്ച വിജയത്തോടു കൂടി സീസണിലെ അപരാജിത കുതിപ്പ് തുടരുന്ന ഫ്രാഞ്ചൈസിയാണ് രാജസ്ഥാൻ റോയൽസ്. അപ്പോൾ ഈ ഒരു സാഹചര്യം നമുക്ക് കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ സ്വന്തം തട്ടകമായ ജയ്പൂരിൽ 6 വിക്കറ്റിന് രാജസ്ഥാൻ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ 4 മത്സരങ്ങളിൽ നിന്ന് 8 പോയിൻറ്റുമായി പോയിൻ്റ് ടേബിളിൽ 1-ാം സ്ഥാനത്താണ് രാജസ്ഥാൻ. കഴിഞ്ഞ 4 മത്സരങ്ങളിലും എടുത്തു പറയേണ്ട പെർഫോമൻസ് തന്നെയായിരുന്നു മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ കളിക്കളത്തിൽ കാഴ്ചവെച്ചത്. തന്ത്രങ്ങളിലായാലും ടോസ് നേടിയ ശേഷമുള്ള തീരുമാനങ്ങളിലായാലും ബാറ്റിംഗ് പ്രകടനത്തിനായാലും. സോ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസി അനാലിസിസ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ എത്തിയത്. നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിൻ്റെ മികച്ച പ്രകടനത്തിൽ എടുത്തു പറയേണ്ട താരം തന്നെയാണ് അവരുടെ നായകൻ. സോ സഞ്ജു സാംസൻ്റെ ഒരു ക്യാപ്റ്റൻസി അനാലിസിസ്, ആദ്യ 4 മത്സരങ്ങൾ പിന്നിടുമ്പോഴുള്ള സഞ്ജു സാംസൻ്റെ പ്രകടനം എങ്ങനെ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കും IPL റിലേറ്റഡ് കണ്ടൻസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ദിവസം 6 വിക്കറ്റിനായിരുന്നു RCB രാജസ്ഥാൻ ജയ്പൂരിൽ പരാജയപ്പെടുത്തിയത്. ടോസ് നേടിയ ശേഷം നമുക്കറിയാം ജയ്പൂരിൽ ഇതിനു മുൻപ് നടന്ന സീസണിൽ നടന്ന ആദ്യ 2 ഹോം മത്സരങ്ങളിലും ടോസ് നേടിയ സഞ്ജു ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. കാരണം ചേസിങ്ങിന് അത്ര ഗുണകരമല്ലാത്തൊരു പിച്ചാണ് ജയ്പൂരിലേത്. എന്നാൽ ഇന്നലെയും ടോസ് ഭാഗ്യം സഞ്ജുവിന് തന്നെയായിരുന്നു. ടോസ് നേടിയ ശേഷം വളരെ അപ്രതീക്ഷിതമായി എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ബൗളിംഗ് തിരഞ്ഞെടുത്തത്. അതിന് അദ്ദേഹം പറഞ്ഞ റീസൺ നമുക്കറിയാം, ഫ്രഷ് വിക്കറ്റ്, ഒരു ഫ്രഷ് പിച്ചായിരുന്നു ഇന്നലെ ജയ്പൂരിലേത്. അതിൽ തന്നെ ഡ്യൂ ഫാക്ടർ കാര്യമായി ചേസ് ചെയ്യാൻ വരുമ്പോൾ തുണയ്ക്കുമെന്നായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഒപ്പം ഫ്രഷ് പിച്ചാണ്, അതിനാൽ തന്നെ ചേസ് ചെയ്യാൻ ഗുണം ആകുമെന്നായിരുന്നു ടോസ് നേടിയ ശേഷമുള്ള പ്രതികരണത്തിൽ ക്യാപ്റ്റൻ വ്യക്തമാക്കിയത്. ഓപ്പണൻ്റ് ക്യാപ്റ്റനായിട്ടുള്ള ഫാഫ് ഡുപ്ലസിയും ആ ഒരു തീരുമാനത്തെ അംഗീകരിച്ചെങ്കിൽ പോലും ആദ്യം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ RCB, എസ്പെഷ്യലി വിരാട് കോഹ്ലിയുടെ ഒരു സെഞ്ചുറി കരുത്തിൽ നമുക്കറിയാം 153 റൺസ് എന്ന മികച്ച ഒരു പാർ സ്കോർ തന്നെയായിരുന്നു ഇന്നലെ രാജസ്ഥാന് മേൽ പടുത്തുയർത്തിയത്. 3-4 വിക്കറ്റുകൾ മാത്രമേ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുമുണ്ടായിരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്കറിയാം പവർ പ്ലേയിലെ കിങ് പ്ലെയറായിട്ടുള്ള രാജസ്ഥാൻ്റെ ഏറ്റവും വലിയ കുന്തമനായിട്ടുള്ള ട്രെൻറ്റ് ബോൾട്ട് തുടങ്ങിയ താരങ്ങൾക്ക് ഇന്നലെ പേസ് ബോളേഴ്സിന് കാര്യമായ സ്വിങ്ങോ കാര്യമായ ആനുകൂല്യമൊന്നും ഇന്നലെ ആ ഒരു പിച്ചിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ചേസിങ്ങിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം ആദ്യ ഓവറിൽ തന്നെ യശസ്വി ജയ്സ്വാളിന് രാജസ്ഥാൻ നഷ്ടമായിരുന്നു. ആദ്യ 4 ഓവറിൽ നിന്ന് കാര്യമായ റണ്ണൊന്നും RR നേടാനും സാധിച്ചിരുന്നില്ല. എന്നാൽ അതിനുശേഷം 5-ാം ഓവറിൽ ഒരു സ്പിൻ ഓപ്ഷനായിട്ട് RCB മായങ്ക് തകറിനെ കൊണ്ടുവരുന്നു. അവിടെ നിന്നങ്ങോട്ട് പിന്നെ രാജസ്ഥാൻ്റെ വെടിക്കെട്ട് തന്നെയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. ജോസ് ബട്ട്ലറുടെ സെഞ്ചുറി, ഒപ്പം ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഒരു പക്വതയാർന്ന അർദ്ധ സെഞ്ചുറി ഇന്നിങ്സ് കൂടി ശരിക്കും രാജസ്ഥാനെ ഒരു സെഞ്ചുറി പാർട്ട്ണർഷിപ്പ്, 2-ാം വിക്കറ്റിൽ സെഞ്ചുറി പാർട്ട്ണർഷിപ്പിലേക്കും ഒപ്പം 5 പന്തുകൾ ശേഷിക്ക് ഒരു ത്രില്ലർ വിജയത്തിലേക്കുമായിരുന്നു ഇന്നലെ ജയ്പൂരിൽ നയിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ ആ ഒരു ബൗളിംഗ്, അല്ലെങ്കിൽ ഇന്നലെ അദ്ദേഹം ബൗളേഴ്സിനെ ഉപയോഗിച്ച ആ ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവർ പ്ലേയിലെ കിങ് മേക്കറായിട്ടുള്ള ട്രെൻറ്റ് ബോൾട്ട്, അതോടൊപ്പം തന്നെ നാന്ദ്രെ പാർക്കർ എന്നീ 2 താരങ്ങളും രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളിംഗ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച ടീം തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസ്, എസ്പെഷ്യലി ബോൾട്ടിൻ്റെയും നാന്ദ്രെ പാർക്കറിൻ്റെയും ഒരു പ്രകടനം. അപ്പോൾ ഇന്നലെ RCBക്കെതിരെ ആദ്യ ഓവറുകൾ 2 താരങ്ങൾ ബൗൾ ചെയ്യാൻ വന്നപ്പോൾ നമുക്കറിയാം പ്രധാനമായും അവർ നേരിട്ടൊരു പ്രശ്നം തന്നെയായിരുന്നു. കാര്യമായ രീതിയിൽ പന്ത് സ്വിങ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഷോർട്ട് ബോളുകൾ എറിഞ്ഞ് ഡയറക്റ്റ് ബാറ്റർമാർക്ക് സ്റ്റെമ്പിന് നേരെ വരുന്ന പന്ത് അനായാസം കോഹ്ലിയും ഡുപ്ലസിയും അടിച്ച് ബൗണ്ടറി കടത്തുന്ന കാര്യം ഇന്നലെ പലതവണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോം ഔട്ടായ ഡുപ്ലസി പോലും ഇന്നലെ മത്സരത്തിൽ മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആദ്യ 4 ഓവറുകൾ ബോൾട്ടും ബർഗറും ചേർന്ന് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തു. 5-ാം ഓവറിൽ കൃത്യമായ പരീക്ഷണം തന്നെയായിരുന്നു. രവിചന്ദ്രൻ അശ്വിനെ ബൗൾ ചെയ്യാൻ ഏൽപ്പിക്കുന്നു. ആ ഓവറിൽ കേവലം 2-3 റൺസ് മാത്രമേ RCB ബാറ്റർമാർക്ക് നേടാൻ സാധിച്ചുള്ളൂ. ആ ഒരു ഓവറിലായിരുന്നു ശരിക്കും 8-ന് മുകളിൽ പോയ ഒരു റൺ റേറ്റ്, RCBയുടെ റൺ റേറ്റ് കാര്യമായി കുറയ്ക്കാൻ രാജസ്ഥാന് സാധിച്ചത്. ഒപ്പം കൃത്യമായ ഇടവേളകൾ തൊട്ടടുത്ത ഓവറിൽ യുസ്വേന്ദ്ര ചഹലിനെ കൊണ്ടുവരുന്നു, വീണ്ടും അശ്വിനെ കൊണ്ടുവരുന്നു. അങ്ങനെ ചഹലിനെ മാറ്റി റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു തീരുമാനം ശരിക്കും റൺ റേറ്റ്, അല്ലെങ്കിൽ ഏതാണ്ട് 200 മുകളിൽ പോകേണ്ട RCBയുടെ ആ ഒരു സ്കോർ തന്നെയായിരുന്നു 150-ൽ ഒതുക്കാൻ സഞ്ജുവിൻ്റെ ഈ ഒരു തീരുമാനം പ്രധാനമായും ഇന്നലെ വളരെ മികച്ച ഒരു വിജയം തന്നെയായിരുന്നു. ഒപ്പം ഇന്നലെ രാജസ്ഥാൻ്റെ ബോളേഴ്സിൻ്റെ പ്രകടനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച എക്കോണമിയിൽ 2 ബോളേഴ്സ് തന്നെയാണ് അവരുടെ സ്പിന്നർമാരായിട്ടുള്ള അശ്വിനും അതോടൊപ്പം തന്നെ ചഹൽ 2 വിക്കറ്റ് നേരിട്ടുണ്ടായിരുന്നു. ഇനി ബാറ്റിങ്ങിലേക്ക് നമുക്കറിയാം ഇന്നലെ യശസ്വി ജയ്സ്വാൾ ആദ്യ ഓവറിൽ തന്നെ റീസ്റ്റോപ്പിലൂടെ പന്തിൽ ആദ്യ ഓവറിൽ തന്നെ അദ്ദേഹം പുറത്തായിട്ടുണ്ടായിരുന്നു. സോ ആദ്യ ഓവറിൽ ഒന്നിച്ച ഒരു കൂട്ടുകെട്ടായിരുന്നു 2-ാം വിക്കറ്റിൽ സെഞ്ചുറി പാർട്ട്ണർഷിപ്പിലേക്ക് രാജസ്ഥാനെ നയിച്ചത്.
അതോടൊപ്പം തന്നെ ആദ്യത്തെ 4-5 ഓവറുകൾ പവർ പ്ലേയിൽ കാര്യമായ റൺ എടുക്കാൻ ആറാറിന് സാധിച്ചിരുന്നില്ല. റൺ റേറ്റും 5-ൽ താഴെയായിരുന്നു. 6-ാം ഓവറിലും അവസാന ആ ഒരു സ്പിന്നറായിട്ട് വന്ന മായങ്ക് തകറിനെ അടിച്ച് ആ ഒരു ഓവറിൽ 20 റൺസ് നേടിയതിനു ശേഷമായിരുന്നു പിന്നീട് റോയൽസ് ഒരു ടോപ്പ് ഗിയറിലേക്ക് മാറിയത്. കൃത്യമായ ഇടവേളകളിൽ റൺ റേറ്റ് കൂട്ടിയുമൊപ്പം വളരെ മികച്ച നമുക്കറിയാം പലതവണ വിമർശനങ്ങൾ നേരിട്ടൊരു താരം തന്നെ അനായാസം വിക്കറ്റുകൾ വലിച്ചെറിയുന്നത് പലതരം പേരുകേട്ട താരമാണ് സഞ്ജു സാംസൺ. പക്ഷേ ഇന്നലെ കൃത്യമായ പക്വതയുടെ ബാറ്റിംഗ് തന്നെയായിരുന്നു ആറാറിൻ്റെ നായകൻ ക്രീസിൽ കാഴ്ചവെച്ചതും. ടീമിനെ ആ ഒരു വിന്നിംഗ് ഏതാണ്ട് 150-160 റൺസ് വരെ എത്തിക്കുന്നത് വരെ അദ്ദേഹം ക്രീസിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. സോ വളരെ മികച്ച ഒരു ക്യാപ്റ്റൻസി തന്നെയാണ് സഞ്ജു സാംസൺ പുതിയ IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ മുതൽ റൈവൽറി വീക്ക് തുടങ്ങുകയാണ്. ഏപ്രിൽ 10-ന് രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത എതിരാളി ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ഇതേ മൈതാനമായി ജയ്പൂരിലാണ് ആ ഒരു പോരാട്ടം നടക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.